അനദർ ക്ലാസ് ഹിന്ദി. നമ്മളിന്ന് പാനി കി കഹാനി, വെള്ളത്തെക്കുറിച്ചുള്ളൊരു കഥയാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ലെസൺ 16 पानी की कहानी. मैं आगे बढ़ा था कि बेर की झाड़ी पर से मोती सी एक बूंद मेरे हाथों पर आ पड़ी. मेरे आश्रय का ठिकाना नहीं रहेगी. सब मन देखा कि उसकी बूंद मेरी कलाई पर से सरक कर हथेली पर आ गई. मेरी दृष्टि पगती की बड़ ठहर गई. थोड़ी देर में मुझे सिदर के थारों की सी चकोर सुनाई देने लगी. मैं आगे बढ़ा रही थी. बेर की झाड़ी पर से मोती से एक बूंद मेरे हाथ पर. ഞാൻ ആകെ ബെടാകത്തി, ഞാൻ മുന്നോട്ട് പോയിരുന്ന സമയത്ത് ബേർ കി ചാടിപ്പ, ആ ബേർ മരത്തിൽ നിന്ന്, ബേർ മീൻസ് ഇലന്ത മരം, ഇലന്ത പ്ലം ട്രീ, ബേർ മീൻസ് പ്ലം ട്രീ, പ്ലം ട്രീ, ആ ഇലന്ത മരത്തിൽ നിന്ന് ആകെ ബെടാകിത്തകെ ബേർ കി ചാടി ഫർസെ എന്ന് വെച്ചാൽ ഇലന്ത മരം, പ്ലം ട്രീയിൽ നിന്ന് മോത്തി സി ഏക്ക് ബൂന്ത് മേരെ ഹാത്ത് പർ പടി എന്ന് വെച്ചാൽ മുത്തുകളെ പോലുള്ള ഒരു തുള്ളി, മുത്തുതുള്ളി എന്ന് വെച്ചാൽ ഒരു തുള്ളി മുത്തുകളെ പോലുള്ള ഒരു ഡ്രോപ്സ്, ഒരു ബൂന്തേ മീൻസ് ഡ്രോപ്സ് എൻ്റെ കൈക്കുള്ളിൽ വീണു. മേരെ ആശ്രയക്ക ഠിഖാന എന്ന രേഖ, ഞാൻ എന്തുവാ ആശ്രയം കൊണ്ടെന്ന് വെച്ചാൽ ലക്ഷ്യസ്ഥാനം എന്ന് വെച്ചാൽ ആ ഇരന്ത മരത്തിൻ്റെ ആ ചുവട്ടിൽ നിന്നപ്പോൾ ഒരു തുള്ളി, ഒരു ഡ്രോപ്സ്, ഒരു മുത്തുപോലുള്ള ഒരു തുള്ളി എൻ്റെ കയ്യിൽ വീണ്. ഞാൻ ആശ്രയപ്പെട്ട ഠിക്കാന രേഖാച്ചാവും മൈനേന്ദേക്കൊക്കെ ഞാൻ ആശ്രയത്തോടെ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് ഞാൻ അതിശയിച്ച് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കി. ഠിഖാന മീൻസ് ടു കാഷൻ. ഠിഖാന ടു കാഷൻ. ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കിയിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കാക്കി. ഓസ് കി ബൂന്ത് മേരി കലായി പർ സെ സർക്ക് കർ ഹഥേലി പർ ആ ഗയി. എൻ്റെ മുത്തുകൾ പോലെയുള്ള ഓസ് കി ബൂന്ത്, ഈ മഴത്തുള്ളി പോലെയുള്ള ഒരു തുള്ളി, കലായി പർ സെ സർക്ക് ഹഥേലി പർ ആ ഗയി. കലായി മീൻസ് ദി ബ്രസ്റ്റ്, കലായി ദി ബ്രസ്റ്റ്, കലായി ദി ബ്രസ്റ്റ്, ഒരു തുള്ളി എൻ്റെ ബ്രസ്റ്റിലേക്ക് വീണു. ഹഥേലി പർ, ബ്രസ്റ്റിൽ നിന്ന് സർക്കൊക്കെ തള്ളി എൻ്റെ ഹഥേലി പറാകെ കയ്യിൽ വീണ്. മേരി ദൃഷ്ടി പടത്തേക്ക് വക ടഹർ ഗയി. എൻ്റെ ദൃഷ്ടി പടത്തേക്ക് വക ഞാൻ അവിടെ അങ്ങ്, എൻ്റെ കണ്ണുകൾ അവിടെയൊക്കെ പഠിച്ചപ്പോൾ ഞാൻ അവിടേക്ക് അങ്ങ് നിന്നുപോയി. തോടി ദേർമേ മുച്ചെ സിദാർക്കെ താരോങ്കി സി ചക്കർ സുനായി ദേനയിലേക്ക്. അല്പസമയത്തിന് ശേഷം മുച്ച എനിക്ക് സിദാർക്കെ താരോങ്സ് എന്ന് വെച്ചാൽ ഈ വാദ്യോപകരണങ്ങൾ, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്, സിതാർ എന്ന് വെച്ചാൽ സിതാരെ പോലുള്ള ഒരു ചക്കോർ സുനായി ദേനയിലെ ഒരു മൂളൽ, വാദ്യോപകരണങ്ങൾ മൂളുന്ന ഒരു സൗണ്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു. മൈനെ സോച്ചാക്കി കൈ ബെച്ച രേഖാ ഹോഹ. മൈനെ സോച്ചാക്കി ഞാൻ ചിന്തിച്ചു, ആരോ വാദ്യോപകരണങ്ങൾ പാടുന്ന സൗണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചു. ചാരോർ ദേഖ കോയിനാക്കി, 4 സൈഡിൽ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല. फिर अनुभव हुआ कि वह स्वर मेरी हथेली से निकल रहा है. फिर എന്നിട്ട് അനുഭവം ഹുവാക്കി, എൻ്റെ അനുഭവം കൊണ്ട് ദോ കണക്കോ ഗയെ, 2 സ്വർമേ മേരി ഹഥേലി സേ നികൽ രഹാ ഹെ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറഞ്ഞു ഏക സ്വർ, ആ സ്വരം മേരി ഹഥേലി സേ നികൽക, ആ സ്വരമായിരിക്കും ഒരു പക്ഷേ എൻ്റെ തുള്ളിയായിട്ട് എൻ്റെ കൈകളിൽ വീണത്. ध्यान से देखने पर मालूम हुआ कि बूंद को 2 कण हो गए. ध्यान से देखने पर, നല്ല ശ്രദ്ധയോട് നോക്കിയപ്പോൾ എന്താ കണ്ട്, മാലും ഹുവാക്കി, എനിക്ക് മനസ്സിലായി. ബൂന്ദേങ്കെ 2 കण हो गए, തുള്ളികളുടെ 2 കണങ്ങൾ हो गए हैं. അവർ വേ ദോനോ കിൽ കിൽ കരേക സ്വര ഉൽപ്പന്ന കരേക മാനോ ബോൾ രേഖേ ഹോ. അവർ വേ ദോനോ ഹിൽ ഹിൽക്കാർ, അത് കിലുങ്ങിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് ഏകസ്വര ഉൽപ്പന്ന കരേക, ആ സ്വര ഏകസ്വർ ഉൽപ്പന്ന കരേക മാനോബോൾ രേഖേ ഹോ. मैं आगे बढ़ा था कि
चाड़ी पर से मोती सी एक बूंद मेरे हाथ पर പടി മൈം ആകെ ബടാക്കിത്താക്കി ഞാൻ മുന്നോട്ട് പോയപ്പോൾ ബേർക്കി ചാടി പർ ആ ഇരന്ത മരത്തിൽ നിന്ന് പർസെ മോത്തീസി ഏക്ക് ബൂന്ത് ആ തുള്ളി മുത്തുകളെ പോലെയുള്ള ഒരു ബൂന്ത് ഒരു ഡ്രോപ്സ് കാത്തുപ്പാറ ആ പടി എൻ്റെ കൈക്കുള്ളിൽ വീണ് मेरी आश्रय के ठिकाने न रहेगा जब न देखा कि उसकी बूंद मेरी कलाई पर से सरकर कदली पर आ गई മേരി ആശ്രയ്ക്ക് ഠിക്കാന വെച്ചാൽ ഞാൻ അതിശയിച്ചുകൊണ്ട് ആശ്ചര്യത്തോടു കൂടി ആ ഠിക്കാനായിട്ട് ആ ലിസ്റ്റ് സ്ഥാനത്തേക്ക് നോക്കി അബ് മൈനെ ദേക്കാക്കി ഓസ്കി ബൂന്ത് മേരി അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ആ മഴത്തുള്ളികളെ പോലെ 2 ഡ്രോപ്സ് എൻ്റെ ബ്രസ്റ്റിൽ വീണിട്ട് കൈകൾ തട്ടി കൈക്കുള്ളിൽ വീണു മേരി ദൃഷ്ടിയിൽ പടത്തേക്ക് ഒക്കെ ടകർകയും ഞാൻ എൻ്റെ ദൃഷ്ടി അപ്പോഴേക്കും പോയിക്കുമ്പോൾ ഞാൻ അവിടെ നിന്നുവെച്ചാൽ എൻ്റെ ദൃഷ്ടി അതിലേക്ക് എൻ്റെ കണ്ണുകൾ പതിച്ചപ്പോൾ ഞാൻ ടകർക്കൈ അവിടെ നിന്നുപോയി തോടി ദേർമേ മുച്ചെ സിതാർക്കെ താരോങ്കി ശങ്കർ സുനായി ദേനയിലേക്ക് തോടി ദേർമേ അല്പസമയത്തിന് ശേഷം മുച്ച എനിക്ക് സിതാർക്കെ താരോങ്കി ആ നക്ഷത്രങ്ങളെ പോലെ എന്ന് വെച്ചാൽ വാദ്യാഭരണങ്ങളെ പോലെ ഇങ്ങനെ മൂളുന്ന ഒരു സൗണ്ട് എനിക്ക് കേൾക്കാൻ സാധിച്ചു സിതാർ മീൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് സിതാർ മീൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് മ്യൂസിക് സിതാർ എന്ന് വെച്ചാൽ വാദ്യ ഉപകരണങ്ങളെ തുള്ളി വീണപ്പോൾ അതിൻ്റെ കണങ്ങൾ എൻ്റെ കൈക്കുള്ളിൽ തട്ടിയതാണെന്ന് പോലെ ഞാൻ ചിന്തിച്ചു മൈനെ സോച്ചാക്കി കോയി വെച്ച രേഖാകോ ഞാൻ അപ്പോൾ ചിന്തിച്ചത് എന്താണ് ആരോ വാദ്യോപകരണം അവിടെ ചലിപ്പിക്കുന്ന സൗണ്ടായിരിക്കും കേട്ടതെന്ന് ഞാൻ ചിന്തിച്ചു ചാരി ഓർദോക്ക കോയി നക്കി ഞാൻ അവിടെ നിന്ന് 4 സൈഡിലും നോക്കി പക്ഷേ എനിക്ക് ആരെയും കാണുവാൻ സാധിച്ചില്ല चारों ओर देखा कोई न कि फिर अनुभव हुआ कि एक स्वर मेरी कदेली से निकल देखा का फिर अनुभव हुआ कि വീണ്ടും എനിക്ക് അനുഭവം ഉണ്ടായി എന്താ एक स्वर ഈ സ്വരം മേരി കദേലി സേ നികൽ രേഖാ എൻ്റെ കൈക്കുള്ളിൽ വന്നതാണെന്ന് എനിക്ക് അനുഭവത്തിൽ ഉണ്ടായി ധ്യാൻ സേ देखने कर मालूम हुआ कि बूंद को दो कण हो गए हैं ധ്യാൻ സേ देखने पर നല്ല ശ്രദ്ധയോടെ നോക്കിയപ്പോൾ മാലൂം हुआ कि മനസ്സിലായത് എന്താണ് बूंद के दो कण हो गए बूंदिന്റെ 2 കണങ്ങൾ ഉണ്ടായതോ मालूम हुआ कि बूंद के दो कण हो गए हैं और वे दोनों हिल खिलाकर एक स्वर उत्पन्न कर से मानो बोल रहे हैं बूंद के दो कण हो गए അപ്പോൾ बूंद के कण എന്ന് വെച്ചാൽ മഴത്തുള്ളികൾ 2 കണങ്ങൾ हो गए പോയി അവർ वे दोनों हिल खिलाकर एक स्वर उत्पन्न कर रहे हैं എന്ന് വെച്ചാൽ ആ 2 കലം हिल खिलाकर അവിടെ ചലിക്കൊണ്ട് एक स्वर उत्पन्न ഒരു ഉൽപ്പന്നത്തിന്റെ പോലെ ആ സ്വര ഡ്രോപ്സിനെ പോലെ വന്നു मानो बोल रहे को मैं आगे बढ़ा हाथी की ताकि बेर की चाड़ी पर से मोती सी एक बूंद मेरे हाथ पर आ पड़ी मेरे आश्रय का ठिकाना न रहेगा जब मन देखा कि ओस की बूंद मेरी कलाई पर से सरक कर कदेली पर आ गई मेरी दृष्टि पट्टे की वगट अगर गई थोड़ी देर में मुझे सितार के तारों की शिक्षा और सुनाई देने लगी मैंने सोचा कि कोई बेचा रहेगा होगा चारों ओर देखा कोई नहीं फिर अनुभव हुआ कि एक स्वर मेरी कदेली से निकल रहा है ध्यान से देखने पर मालूम हुआ कि बूंद के 2 कण हो गए हैं और वे दोनों हिल हिल कर एक स्वर उत्पन्न कर रहे हैं मानो बोल रहे हो उसी सुरीली आवाज में मैंने सुना आ सुरीली आवाज आ साउंड നല്ല സ്വരത്തിലുള്ള ഉസി സുരീലി ആവാസ് മൈനെ സുന ഞാൻ കേട്ട് എന്ന് വെച്ചാൽ സുനോ സുനോ കേൾക്കുവിൻ കേൾക്കുക മൈൻ ചുക്ക ഞാൻ സൈലൻ്റ് ആയിട്ട് നിന്ന നല്ല സ്വരത്തിലുള്ള ആവാസ് ഞാൻ കേട്ട് സുനോ സുനോ കേൾക്കുവിൻ കേൾക്കുവിൻ മൈൻ ചുക്ത ആ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ എന്തായത് നിശബ്ദനായിട്ട് നിന്നു ഫിർ ആവാസായി സുനി സുനോ വീണ്ടും ആവാസ് ഉണ്ടായി പിന്നെ ഞാൻ നിശബ്ദനായി നിന്നപ്പോൾ വീണ്ടും ആ സൗണ്ടുകൾ ഉണ്ടായി എന്താ സൗണ്ട് ഉണ്ടായ സുനോ സുനോ अब मुझसे न रेखा गया मेरे मुख से निकल गया कगो कगो अब मुझसे न रेखा അപ്പോൾ എനിക്ക് മനസ്സിലായി
മേരെ മുഖസെ നികൾ ഗയ്യ കഹോ കഹോ, എൻ്റെ മുഖത്തോട് ചേർത്ത് പറയുന്നത് കഹോ കഹോ എന്ന് വെച്ചാൽ എൻ്റെ മുഖത്തോട് നോക്കിയാണ് പറയുന്നത്. കഹോ കഹോ പറയുവിൻ. ഓസ്കി ബുന്തി മാനോ പ്രസന്നത സെ കിലി അവർ പോരി മായും ഓസുഖം. ഓസ്കി ബൂന്ത് മാനോ പ്രസന്ന സതേ കിലി അവർ എന്ന് വെച്ചാൽ ഓസ്കി ബൂന്ത് ആ മഴത്തുള്ളികൾ അതിൻ്റെ ഡ്രോപ്സ് പ്രസന്നദാസ സന്തോഷത്തോടു കൂടി കിലി അവർ പോലും കിണുങ്ങിക്കൊണ്ട് പറഞ്ഞ് എന്താണ് മൈം ഓസുഖം, ഞാൻ ആരാകുന്ന ഓസാണ് ഡ്രോപ്സുഖം, ഞാൻ ആരാകുന്നു മൈം ഡ്രോപ്സ് ഹും. ജാൻതാഹും മൈനെ കഹ, ജാൻതാഹും അറിയുമോ മൈനെ കഹ, ഞാൻ ചോദിച്ചു. ലോക മുച്ചെ പാനി കകത്തേക്ക്, എന്നെ ആൾക്കാർ എന്താണ് വിളിക്കുന്നത്, ഈ ടോപ്സിനെയാണ് ഇന്ന് എന്തോ വിളിക്കുന്നത്, പാനി കകത്തേക്ക. ഇന്ന് ആൾക്കാർ ലോക മുച്ചെന്നെ പാനി എന്നാണ് വിളിക്കുന്നത്. ജൽഫി മാലുംകെ, മനസ്സിലായോ? ജലാണ് മാലുംകെ. നിങ്ങൾ പാനി എന്താണ്, വെള്ളമാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? മൈം വേർക്കെ പേട് മേം സോ ആയിഹും, ഞാൻ മരത്തിലെ പേടിൽ നിന്നാണ് വന്നത്. മൈം വേർക്കെ പേടിസെ, ആ ഫം ട്രീയിൽ നിന്നാണ് ഞാൻ വന്നത്. ചൂട്ടി കള്ളം. മൈനെ കഹ അവർ സോച്ച, ഞാൻ പറഞ്ഞു. എന്നിട്ട് ചിന്തിക്കൂ. ബേർക്കെ പേടിസേക്ക പാനിക്ക പമ്പാര നികൾത്താകെ. ബേർക്കിക്ക അവർ സോച്ച, എന്നിട്ട് ചിന്തിക്കണം. എന്താണ് ബേർക്കെ പേടിസേക്ക പാനിക്ക പമ്പാര നികൾത്താകെ, എന്ത് ബേർക്കെ പേടിസ, ആ ബേർ ഇലന്ത മരത്തിൽ നിന്ന് പാനിക്ക പമ്പാര, പാനിയുടെ ആ പമ്പാര എന്ന് വെച്ചാൽ കൂട്ടങ്ങൾ നികൾത്താക്കെ പുറപ്പെടുന്നത് എന്ന് വെച്ചാൽ ഈ വേർ മരത്തിലാണോ ഇങ്ങനെ ഡ്രോപ്സുകൾ തുള്ളികൾ, അത് വെള്ളങ്ങൾ ഇങ്ങനെ ആ വേർ മരത്തിൽ വെള്ളങ്ങൾ ഇങ്ങനെ ശേഖരിച്ച് വെച്ചേക്കുവാണോ എന്നാണ് ചോദിക്കുന്നത്. നോക്കിയേ. സുനോ സുനോ ഉസി സുനീലി ആവാസിനെ മൈനെ സുന, ഞാൻ നല്ല സ്വരത്തിലുള്ള രാവാസ് ആ സൗണ്ട് കേട്ട്. മൈനെ സുന, സുനോ സുനോ നോക്കുവിൻ നോക്കുവിൻ, സുനോ സുനോ നോക്കുവിൻ നോക്കുവിൻ. മൈൻ ചുപ്ത, ഞാൻ സൈലൻ്റായിട്ട് നിന്നു. മൈൻ ചുപ്ത, ഞാൻ സൈലൻ്റായിട്ട് നിന്ന്. ഫിർ ആവാസായി, വീണ്ടും എന്തുണ്ട്, ആവാസ് ഉണ്ടായി. ഫിർ ആവാസായി ആയി, വീണ്ടും ആവാസ് ഉണ്ടായി. സുനോ സുനോ കേൾക്കുവിൻ കേൾക്കുവിൻ. ഫിർ ആവാസായി സുനോ സുനോ കേൾക്കുവിൻ കേൾക്കുവിൻ. അപ്പൊ മുझसे എന്നാ रहेगा गया मेरे मुख से निकल गया कहो कहो. अब मुझसे എന്നാ रहेगा ഗയ മേരെ മുഖസെ നികൽ ഗയ കഹോ കഹോ, എൻ്റെ മുഖത്തോട് നോക്കി പറയുന്നത് പോലെ എനിക്ക് തോന്നി. എന്തോ കഹോ കഹോ പറയുവിൻ പറയുവിൻ. ഓസ്കി ബൂന്ത് മാനോ പ്രസന്നദാസെ കിലി അവർ പോലി മൈ ഓസുഖം. ഓസ്കി ബൂന്ത് മാനോ, ആ ഓസിൻ്റെ തുള്ളി നോക്കുവിൻ. മാനോ ഇതൊക്കെ പ്രസന്നദാസെ കിലി എന്നുവെച്ചാൽ സന്തോഷത്തോട് അത് ഇളക്കിക്കൊണ്ട് പറഞ്ഞു. അവർ പോലി എന്നിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എൻ്റെ മുഖത്ത് നോക്കി എന്താണ് പറഞ്ഞത്? മൈ ഓസുഖം, ഞാൻ ആരാകുന്നു, ഓസാകുന്നു. മൈം ഓസുഖു, ഞാൻ മഴത്തുള്ളി ആകുന്നു. ജാൻതാഹും അറിയുമേ മൈനെ കഹ ലോകം മുച്ചേ പാനി കകത്തേക്ക, ആൾക്കാരെന്നെ എന്താണ് വിളിക്കുന്നത്? വെള്ളം എന്നാണ് വിളിക്കുന്നത്. ജലഫി മാലുംകെ, ജലമാണ്, മനസ്സിലായോ? ജലഫി മാലുംകെ. മൈം വേർക്കെ പേടുമേംസെ ആയിക്കും, ഞാൻ മരത്തിൻ്റെ വേർക്കെ പേടിസെ, ഞാൻ വേർ മരത്തിൻ്റെ വൃക്ഷത്തിൽ നിന്നാണ് വന്നിരുത്. ചൂട്ടി കള്ള. മൈനെ കഹ അവർ സോച്ച, എന്നിട്ട് ഞാൻ ചിന്തിച്ചു. അവർ സോച്ച. ബേർക്കെ പേടിസേക്ക പാനിക്ക പമ്പാര നികൾത്താകെ. ബേർക്കെ പേടിസെ എന്തോ ആ ഇലന്ത മരത്തിൽ മണ്ടയിൽ എന്താണ് പാനി ഇങ്ങനെ സംഭരിച്ചു വെച്ചാൽ പമ്പാര കൂട്ടമായിട്ട് വരും പോലെ ഇങ്ങനെ കുമ്പളകുള ഡ്രോപ്സായിട്ട് വീഴാനായിട്ട് ഇങ്ങനെ അങ്ങ് ശേഖരിച്ച് വെച്ചേക്കണം. അതിൽ നിന്നാണ്, ഇലന്ത മരത്തിൽ നിന്നാണ് മഴത്തുള്ളികൾ വീഴുന്നത്. ബൂന്ത് ഫിർ കിലി മാനോ മേരെ അവിശ്വാസ से उसे दुख हुआ दुखो. ബൂന്ത് ഫിർ ഗിലി, വീണ്ടും തുള്ളികൾ ഇളകുക. മാനോ മാനിക്ക് മേരി അവിശ്വാസ ഉസെ ദുഃഖ ഹുവാ, എൻ്റെ ആ വിശ്വാസത്തിൽ ഉസെ അവന് ദുഃഖ ഹുവാഹോ, ദുഃഖങ്ങൾ ഉണ്ടായി. സുനോ കേൾക്കുവിൻ. മൈ ഈസ് पेड़ के पास की भूमि में विगत दिनों से इधर उधर घूम रही थी. मैं खड़ों के हृदय डडोलता फिरती थी कि यकायक पकड़ी गई. सुनो കേൾക്കുവിൻ. मैं इस पेड़ के पास, ഞാൻ ഈ വൃക്ഷത്തിൻ്റെ അടുത്ത്. ഈ ഭൂമിസെ വെഗത്ത ദിനോംസെ, ഞാൻ ഭൂമിയിൽ നിന്ന് വെഗത്ത ദിനോംസെ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഇതർ ഉദർ ഹൂം രഹീത്തി, അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേ ഇരുന്നു. മൈം കണോങ്കാകൃതി ടഡോൾത്ത ഫിർത്തി തീക്കിയ കായൊക്കെ പകടിയുകയും, എന്നിട്ടോ ഞാൻ കണോങ്കാകൃതി, ഈ കണങ്ങളെ ഹൃദയത്തിലേക്ക് ഡെള്ളോൾത്ത ഫിർത്തിക്ക്
തൊട്ട് നോക്കിക്കൊണ്ട് എക്കായൊക്കെ പകടി പെട്ടെന്ന് ഞാൻ അവരെ പകടി ചെയ്ത് പിടിച്ചെടുത്ത് നോക്കി. ഏക്കാക്ക പെട്ടെന്ന് വെച്ചാൽ കണോങ്ക ഹൃദയം അവരുടെ ആ കണങ്ങളുടെ ഹൃദയങ്ങളെ തൊട്ട് നോക്കിക്കൊണ്ട് പെട്ടെന്ന് ഞാൻ അവരെല്ലാം അങ്ങ് പിടിച്ചെടുത്തു. കൈസേ മൈനെ പൂച്ച എങ്ങനെ ഞാൻ ചോദിച്ചു. എങ്ങനെയാ ചോദിച്ചത്? ബഗജോ പേട് തും ദേഖത്തെ ഹോയിന. ബഗജോ പേട് നിങ്ങൾ വൃക്ഷത്തിനെ നോക്കുകയില്ലയോ? വഹ ഊപ്പർ കി ഇത്തന ബെടാ നഹി ഹെ എത്ര വളരെ ഊപ്പർ മുകളിൽ ഇത്തന ബെടാകെ വളരെ വലുതല്ലയോ? വൃത്തി മേഫി ലഘുവക ഇത്തനാക്കി ബെടാകെ വൃത്തി മേഫി ഭൂമിയെക്കാളിലേക്കായും ലഘുപക് ഏകത ഇസ്തനാക്കി ബെടാകെ ഉസ്കി ബെടി ജഡേ ചോട്ടി ജഡേ और जड़ोंगे रोयम खയും उसकी बड़ी जड़े എൻ്റെ ശിഖരങ്ങളെ ചോട്ടി ജടയും അതിൽ അലിഞ്ഞ് ചേരുക. ജഡോങ്കെ റോയം അത് കരയുന്നവേ റോയം ബെടെ നദിയോ ഹോത്തേക ഈ കണ്ണുനീരുകൾ റോയ എന്ന് വെച്ചാൽ വലിയ വലിയ ഈ തുള്ളികൾ വലിയ വലിയ നദികളായി മാറുന്ന സുബയുടെ നിർദ്ദയി ഹോത്തേക മുച്ചെ ജയ്സ അസംഖ്യ ജല കണോങ്കവേ ബലപൂർവ്വ വൃത്തി മേമേ കീഞ്ചിലെത്തുകയും മുച്ചെ ജൈസെ അങ്ങനെ എനിക്ക് ജൈസെ അസംഖ്യ ജലകണോങ്ക ഈ അസംഖ്യമായ ജലകണങ്ങൾ ബലപൂർവ്വ വൃത്തിമേ ആ ബലപൂർവകമായിട്ട് വൃത്തിയിൽ കീഞ്ചിലേത്തേക്കായി വലിച്ച് എടുക്കുന്നു. കുച്ചുകേ ദോ പേടിയെ ജാത്തേക്കായി കുച്ചുകോ ദോ പേട് എന്ന് വെച്ചാൽ കുറച്ച് നിമിഷങ്ങൾ പേട് ഏകദം കാത്തേക പെട്ടെന്ന് അവരെ അങ്ങ് ഭക്ഷിക്കുന്നു. അവർ അധികാംശക്ക സബ് കുച്ച് ജീൻകർ ഉനെ ബാക്കർ നികൾ ദേത്തേകയും എന്നിട്ട് അധികാംശം വരുന്ന അത് വലിച്ചെടുത്തിട്ട് അതിൽ അവർക്ക് അധികം വരുന്നത് കുച്ച് ചീൻകർ ഉനെ ബാക്കർ നികളുടെയൊക്കെ എന്നിട്ട് വെളിയിലേക്ക് അത് പുറന്തള്ളിപ്പിക്കുന്നു. ഓക്കെ. ബൂന്ത് ഫിർ ഗില വീണ്ടും തുള്ളികൾ ഇങ്ങനെ ഇളകുന്നു. മാനോ മേരെ അവിശ്വാസേ ഉസേ ദുഃഖുവാക്കോ എൻ്റെ അവിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ദുഃഖുവാക്കോ ദുഃഖങ്ങൾ സംഭവിച്ചു. सुनो കേൾക്കുവിൻ मैं इस पेड़ के पास की भूमि में ऋतु बेगत दिनों से इधर उधर भूमि रही थी. सुनो കേൾക്കുവണം. मैं इस पेड़ के पास की ഞാൻ ഈ ഭൂമിയുടെ इसमें पेड़ के पास की ഭൂമി സെ ബെഗത് ദിനവും സെ ഭൂമിയിൽ നിന്ന് വളരെ ദിവസങ്ങൾക്ക് മുമ്പ് ഇതർ ഉദർ ഭൂമി രഹീത്തി അവിടെ ഇവിടെയൊക്കെ എന്തോ ഇന്ന് ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു. ഇതർ ഉദർ ഭൂമി രഹീത്തി മൈ കണോങ്ക ഹൃദയ ടോൾത്ത ഫിർത്തി തീക്കി ഏക്കായിക്ക് പകടിയുകയും മൈ കണോങ്ക ഹൃദയ ആ കണങ്ങളുടെ ആ ഹൃദയം ടോൾത്ത ആ തൊട്ട് നോക്കിക്കൊണ്ട് ഫിർത്തി തീക്കി ഏക്കായിക്ക് പകടിയുകയും ജൈസെ മൈനി പൂച്ച ജൈസെ അങ്ങനെ ഞാൻ ചോദിച്ചു. ബഹജോ പേട് തും ദേഖ്തേ ഹോ ഇന്ന ബഹജോ പേട് തും ദേഖ്തേ ഹോ ഇന്ന ബഹ ഊപ്പർ കി ഇത്തന ബെടാ നഹി ഹെ അത് ഊപ്പർ കി ഇത്രയും മുകളിൽ എത്ര ഊപ്പർ കി ഇത്തന ബെടാ നഹി ഹെ അതിൻ്റെ മുകളിൽ എത്ര വലുതല്ലയോ? വൃത്തി മേഫിലേക്ക് ഇപ്പോൾ ഇത്തനാക്കി ബെടാകെ ഭൂമിയിൽ അപേക്ഷിച്ച് എത്ര വലുതാണ് നമ്മൾ ഊപ്പറും ആകാശം നമ്മുടെ ഭൂമിയിൽ അപേക്ഷിച്ച് എത്ര വലുതാണ്. ഉസ്കി ബെടി ചെടയും ചോട്ടി ചെടി അവർക്ക് ജോടോങ്കെ രോയും കൈയും വലുതും ചെറുതുമായ ആ ജീവിത കടങ്ങൾ നമ്മളെന്ന് വെച്ചാൽ എല്ലാം കരയുന്നവേ റോയേം ബെടി നിർദ്ദയം ഹോത്തേക്ക് ആ റോയേം ആ കടകൾ വെറും നിർദ്ദയമായി മാറുന്നു. मुझे जैसे असंख्य जल कणों को वे बलपूर्वक वृत्ति में से खींच लेते गए. मुझे അങ്ങനെ ജൈസെ അസംഖ്യ ജലകണോ അങ്ങനെ അസംഖ്യമായ ആ ജലകണങ്ങൾ ബലപൂർവ്വ വൃത്തിയുമേ ആ ബലപൂർവകമായിട്ട് ഭൂമിയിൽ കീഞ്ചിലേത്തേക്കായി വലിച്ചെടുക്കുകയും കുച്ചുകോ തോ പേട് ആ കുറച്ചത് ഏകദം ഖാജാത്ത് വലിച്ചെടുത്തത് വൃക്ഷങ്ങൾ ആൽപ്പത് ഭക്ഷിക്കുന്ന കുറച്ചങ്ങ് അവർ പെട്ടെന്ന് ഖാജാത്തേക്ക് ഭക്ഷിക്കുന്ന അവർ അധികാംശക്ക സബ് കുച്ചീൻ കറുനെ വാഹനം എന്ന് വെച്ചാൽ അധികാംശം വരെ അധികമായിട്ട് വരുന്നതാണ് അവർ വെളിയിലേക്ക് പുറപ്പെടുവിപ്പിക്കുന്നത്. ക്രോധ അവർ കൃണാസെ ഉസ്ക ശരീർ ഖാമ്പുട ക്രോധങ്ങൾ കൊണ്ടും വെറുപ്പുകൾ കൊണ്ടും അവൻ്റെ ശരീരങ്ങൾ ഖാമ്പുട വിറയ്ക്കുവാൻ തുടങ്ങി. അവൻ ടു ഷിവർ എന്ന് വെച്ചാൽ ഇതെല്ലാം കേട്ടിട്ട് കോപങ്ങൾ കൊണ്ടും വെറുപ്പുകൾ കൊണ്ടും അവൻ്റെ ശരീരം അവൻ ഇത് വിറയ്ക്കുവാൻ തുടങ്ങി. തും ക്യാ സമച്ചത്തെ ഹോക്കി വേ ഇത്തനെ ബെടേക്ക് കടേക്കായും തും ക്യാ സമച്ചത്തെ ഹോക്കി നിങ്ങൾക്ക് എന്താ മനസ്സിലായില്ല. ഇത്തനെ ബെടയോ की കടേക്കായും उन्हें इतना बड़ा बनाने के लिए मेरे असंख्य बंधुओं ने अपने प्राण नाश किए हैं. उन्हें इतना बड़ा
ബനാനയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും ഉണ്ടാക്കുന്നതിന് വേണ്ടി മേരി അസംഖ്യ ബന്ധുവിനെ നിങ്ങളുടെ അസംഖ്യമായ ബന്ധുക്കളിൽ നിന്ന് അപ്പനെ പ്രാണനാശം നിങ്ങൾക്ക് തൻ്റെ പ്രാണനാശങ്ങൾ ചെയ്യുന്നു. മൈനെ ബെഡെ ധ്യാൻ സെ ഉസ്കി കഹാനി സുൻ്റെ ഹാത്ത മൈനെ ബെഡെ ഞാൻ ബെഡെ ധ്യാൻ സെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഉസ്കി കഹാനി സുൻ്റെ ഹാത്ത നിങ്ങളുടെ കഹാനി കേൾക്കുന്നത്. ഞാൻ അത്ര വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് നിങ്ങളുടെ ഈ കഹാനി ഞാൻ കേൾക്കുന്നത്. ओके हम तो मैं भूमि के खनिजों को अपने शरीर में दुलाकर आनंद से फिर रही थी कि दुर्भाग्यवश एक रोयन से मेरा शरीर छू गया. हम शरीर तो मैं भूमि के खनिजों को ഈ ഭൂമിയിലെ ഖനിജ പദാർത്ഥങ്ങൾ अपने शरीर में दुलाकर തൻ്റെ ശരീരത്തിൽ ദുലാക്കർ ഉരുകുക എന്ന് വെച്ചാൽ ശരീരം ശരീരമേ ദുലാക്കർ ടു ഡിസോൾവ്. കുലാക്കർ മീൻസ് ടു ഡിസോൾവ്. കുലാക്കർ ടു ഡിസോൾവ്. ഡിസോൾവ് ഉരുകുക. എൻ്റെ ശരീരം ഉരുകിയിട്ട് फिर रही थी. दुर्भाग्यवश एक रोयम से मेरा शरीर छू गया. ആ ദുർഭാഗ്യവശാൽ एक रोयम ആ തുള്ളികളെ കണ്ണതിൽ മേരാ ശരീർ छू गया എൻ്റെ ശരീരത്തിൽ കയറുന്നു. മൈ കാഫി വേണ്ടുവോളം ദൂർഭാഗ്യനേക്കാൾ പ്രയത്ന കിയ ദൂരെ പോകാനുള്ള പ്രയത്നങ്ങൾ എടുക്കുകയും പരുന്തുവെ പകടുക്കർ ചോടനെ നഗിൽ ജാനത്തേക്ക് എന്നാൽ വേ പകടുക്കർ അവരെ പിടിച്ചുകൊണ്ട് ചോടനെ നഗിൽ ജാനത്തെ ഉപേക്ഷിക്കാൻ അറിയുന്നില്ല. മൈ റോയെ മൈ കീഞ്ചിലിയുകയും ഞാൻ കരയുന്നു. മയർ കീഞ്ചിലിയുകയും ഞാൻ അതിനെ വലിച്ച് എടുക്കുന്നു. നോക്കിയേ ക്രോധ അവർ കൃണാസെ ഉസ്ക ശരീരം കാം കൊണ്ട് കോപം കൊണ്ട് എൻ്റെ ശരീരം എന്തോ ഇത് വിറയ്ക്കുവാൻ തുടങ്ങി. ക്രോധ അവർ കൃണാസെ ഉസ്ക ശരീരം കാം ഉട. तुम क्या समझते हो कि वे इतने बड़े योगी खड़े हैं? तुम क्या समझते हो कि നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ ഇത്തനെ ബെഡേ യോഗി ഇത്രയും വലുതും പിന്നെ കടേ കൈ പിന്നെ ഇത്തരം ബനാനയ്ക്ക് ഇത്രയും ഉണ്ടാക്കുന്നതിന് വേണ്ടി അസംഖ്യ ബന്ധുവിനെ തൻ്റെ അസംഖ്യമായ എണ്ണയെ തിട്ടപ്പെടുത്താൻ പറ്റാത്ത ആ ബന്ധുക്കളെയും കൊണ്ട് അപ്പനെ പ്രാണനാശിക്കുകയായി തൻ്റെ പ്രാണനാശം സംഭവിക്കുന്നു. മൈ ബെഡെ ധ്യാൻസെ വളരെ ശ്രദ്ധയോടുകൂടി മൈ ബെഡെ ധ്യാൻസെ ഉസ്കി കഹാനി ഞാൻ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഉസ്കി കഹാനി സുന്യകാത്ത നിങ്ങളുടെ കഹാനി കേൾക്കുന്നത്. हाँ तो मैं भूमि के खनिजों को अपने शरीर में दुलाकर आनंद से फिर रही थी कि दुर्भाग्यवश एक रोयन से मेरा शरीर छूट गया. हाँ तो मैं भूमि के खनिजों को എന്നാൽ ആ ഭൂമിയുടെ ഖനിജോങ്കോ अपने शरीर में दुलाकर अपने ആ ശരീരത്തിൽ ഉരുകിയിട്ട് अपने शरीर में തൻ്റെ ശരീരത്തിൽ കയറി ഉരുകിയിട്ട് फिर रही थी कि दुर्भाग्यवश रोयम से मेरा എന്നിട്ട് മറ്റാ ദുർഭാഗ്യവശാൽ ആ കണ്ണുനീർ ശരീരങ്ങൾ വലിച്ചെടുക്കുന്നു. മൈ ഹാപ്പി വേണ്ടുവോളം ദൂർഭാഗനേക്കാൾ പ്രയത്നിക്കുകയെ ദൂർഭാഗനേക്കാൾ പ്രയത്നിക്കുക എന്ന് വെച്ചാൽ ദൂരേക്ക് ഓടിക്കാൻ ഞാൻ എന്തോ പ്രയത്ന ചെയ്യുന്നു. ദൂരെ ഓടാൻ വേണ്ടി പ്രയത്നിക്കുന്നു. പരുന്തുവെ പകടുക്കർ ചോട്ടനാനെങ്കിൽ ചാറ്റി എന്നാൽ അതിനെ പിടിക്കുവാൻ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. മൈ റോയേം ഞാൻ കരയുന്നു. മൈ കീച്ചിലി ഞാൻ കരയുന്നു. അത് വീണ്ടും ഞാൻ തന്നെ അത് തിരിച്ച് എടുക്കുന്നു. മൂന്ന് പേർ കിലോ മാനി മേരി അവിശ്വാസ ഉസദുക്ക് ഹുവാഹോ. നെക്സ്റ്റ് നോക്കേ സുനോ കേൾക്കുവൻ മായി വീസ് പേട് കെ പാസ് की भूमि से बेगत दिनों इधर उधर घूम रही थी. माइन खड़ोंगा हृदय ठटोलता फिरती थी कि एकाएक पकड़ी गई. कैसे मैंने पूछा बग जो पेड़ तुम देखते हो न बग ऊपर की इतना बड़ा नहीं है. मृत्यु में भी एक पग इतना ही बड़ा है. उसकी बड़ी जड़ें जोटी चढ़े और जड़ों के रोए हैं. बे रोए बड़े निर्दयी होते हैं. मुझ जैसे असंख्य जल कणों को वे बलपूर्वक वृद्धि में से खींच लेते हैं. कुछ को तो पेड़ एकदम खा जाते हैं और अधिकांश का सब कुछ छीनकर उन्हें बाहर निकाल देते हैं. क्रोध
उड़ा। तुम क्या समझते हो कि वे इतने बड़े योगी खड़े हैं? उन्हें इतना बड़ा बनाने के लिए मेरे असंख्य बंधुओं ने अपना प्राण नाश किए हैं। मैं बड़े ध्यान से उसकी कहानी सुन रहा था। नेक्स्ट നോക്കിയേ, लेखक को ओस की बूंद कहाँ मिली? लेखक को ओस की बूंद कहाँ मिली? ലേഖകന് ഈ ഓസിന്റെ ബൂന്ത് കഹാ, ഓസ് മഴത്തുള്ളി എവിടെ നിന്ന് കിട്ടി? ओस की बूंद कहाँ मिली? लेखक को ओस की बूंद कहाँ मिली? ലേഖകന് ആ മഴത്തുള്ളിയുടെ കണങ്ങൾ എവിടെ നിന്ന് കിട്ടി? लेखक को ओस की बूंदें बूंद कहाँ मिली? लेखक को ओस की बूंद कहाँ मिली? लेखकने आ ओस की बूंद एवड़े നിന്ന് കിട്ടി? लेखक प्रातःकाल बेर की झाड़ी के नीचे लेखक प्रातःकाल बेर की झाड़ी के नीचे प्रातःकाल बेर की झाड़ी के नीचे से उसा रेखा ताकि नीचे से उसा रेखा ताकि बूंद अचानक उसकी कलाई पर उसकी कलाई पर उसकी कलाई पर गिरी और कलाई पर गिरी और सर का उसकी कलाई पर सर का उसकी कलाई पर
क्रोध और कृणा से क्यों कामुड़ी और कृणा से क्यों कामुड़ी क्यों कामुड़ी നോക്കിയ ഓസിനെ മൂന്ന് ക്രോധവർ ആ ഓസിന്റെ മഴത്തുള്ളികൾ ക്രോധവർ കോപം കൊണ്ടും വെറുപ്പ് കൊണ്ടും എന്തുകൊണ്ടാണ് വിറച്ചത് पेड़ जड़ेंगे रोएं बेड़ी निर्दया से बूंदों को बलपूर्वक अपने अब खींच कर स्वयं पल्लवित हो जाते खाइम पेड़ों की जड़ेंगे रोए पेड़ों की जड़ेंगे रोए की जड़ेंगे रोए जड़ेंगे रोए बेड़ी निर्दयता से बूंदों ने बलपूर्वक बूंदों ने बलपूर्वक अपनी और खींचकर
പഠിച്ചത് പാനി കി കഹാനിയാണ്, വെള്ളത്തെക്കുറിച്ചുള്ളൊരു കഥയാണ് നമ്മളിന്ന് പഠിച്ചത്. ഇതിൻ്റെ ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ.